സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം സുവിശേഷം വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു തന്നെയാകുന്നു സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ഒരുവൻ ഇവിടെ ജനിച്ചു. ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ജനിച്ചവരാണ്. എന്നാൽ യേശു ജനിച്ചത് ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. നാം ജനിച്ചത് ആർക്ക് വേണ്ടിയാണ്? യേശു ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ അവൻ്റെ ജനനം സുവിശേഷമാണ്. യേശു ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപം ചുമന്നിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത് നമുക്ക് വേണ്ടിയാണ്. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. എന്താണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? യേശുവിൻ്റെ ജനനത്തിങ്കൽ തിരുവെഴുത്തു പറയുന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. ഇന്ന് പകൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുന്നവരെ യേശുക്രിസ്തു പാപം മോചിക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമെങ്കിൽ നിങ്ങളുടെ പാപം കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഇന്നു പകൽ വിശ്വസിക്കുന്നവരുടെ രോഗബന്ധനങ്ങൾ അഴിയുകയാണ്. ഇന്നു പകൽ നാളുകളായി നിങ്ങൾ ചുമക്കുന്ന ആ ഭാരം എന്ന ഭാണ്ഡക്കെട്ട് അഴിഞ്ഞു മാറുകയാണ്. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ, പർവ്വതങ്ങൾ ഉരുകുന്നത് പോലെ ഈ വചനത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ നിന്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കുകയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അവൻ വഹിച്ചെങ്കിൽ നീ ചുമക്കേണ്ട കാര്യമുണ്ടോ? കൊടഞ്ഞു കളയാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. അവൻ നിന്റെ വേദനകളെ ചുമന്ന ദൈവമാണ്. ഇന്ന് പകൽ ആ ചുമട് നിന്റെ മേൽ വാഴുകയില്ല. ഇന്ന് പകൽ ആ ഭാണ്ഡക്കെട്ട് നീ ചുമക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അതെ, ഇന്ന് പകൽ ദൈവം നിന്റെ ബന്ധനം അഴിക്കുകയാണ്. ദൈവം നിന്റെ കെട്ടുകളെ അഴിക്കുകയാണ്. ദൈവം നിനക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുകയാണ്. ക്രൂശിൻ്റെ വചനം ദൈവശക്തിയാണ്. നിന്റെ മേൽ അവകാശം പറയുവാൻ പിശാചിന് ഒരു വോയിസും ഇല്ല. എന്തു പറഞ്ഞിട്ടാ അവൻ വാദിക്കുന്നത്? ഈ ചുമടിരുന്നോട്ടെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? പറ്റില്ലെന്നേ. ഈ ചുമട് ഓൾറെഡി യേശുവിൻ്റെ ചുമലിരുന്നതല്ലേ. ആ ചുമട് ചുമന്നിട്ട് ഉള്ള അടിയും നിന്നയും ഒക്കെ അവിടെ കഴിഞ്ഞതല്ലേ. ക്രൂശ് മരണം നടന്നതല്ലേ. വചനത്തോടു കൂടെ ശക്തി പുറപ്പെടുകയാണ്. അവൻ്റെ വാദങ്ങൾ പൊളിയുകയാണ്. കെട്ടുകൾ അഴിയുകയാണ്.
ബന്ധനങ്ങളെ നീ അഴിക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വചനത്തെ വിശ്വസിക്കുക, വചനത്തെ ഏറ്റെടുക്കുക. എൻ്റെ യേശു എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. എൻ്റെ യേശു എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാണ്. എൻ്റെ യേശു നുഖങ്ങളെ തകർത്തിരിക്കുകയാണ്. നീ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ, വിശ്വസിച്ച് തുടങ്ങിക്കോ. ദൈവത്തിൻ്റെ വചനത്തോടു കൂടെ ശക്തി പുറപ്പെടുകയാണ്. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.